السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن سيدنا ونبينا المصطفى محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹ സാഗരങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം മനുഷ്യരാണ്. മനുഷ്യരായ നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനിടക്ക് നമുക്കൊരു പങ്കാളി അത്യാവശ്യമായി വരും. അതുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ എന്നുള്ള നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത്. ആ പങ്കാളി നമ്മുടെ ഭാര്യയാണ്, ഭർത്താവാണ്. ഈ ഭാര്യയും ഭർത്താവുമായി, ആ പങ്കാളികളുമായി ഉള്ള ഒരു ബന്ധം അത്രക്കും പവിത്രമാണ്. അത്രക്കും പവിത്രമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, ഒരു പെണ്ണിനിക്ക് സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭർത്താവിനെ സംരക്ഷിക്കുക, ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത്. ആ ഭർത്താവിൻ്റെ കടമകൾ നിർവഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഭർത്താവിനും സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, കടമകൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ പരസ്പരം കടമകൾ നിറവേറ്റി കൊടുക്കുന്നതിലൂടെ ആ ഇണകൾ സ്വർഗത്തിൻ്റെ അവകാശികളാകും. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ ഉമ്മമാർ, ഇല്ലെങ്കിൽ നമ്മളെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠന്മാർ, അവരുടെ ഭാര്യമാരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ദേഷ്യം വെക്കുന്ന ഭാര്യമാരെ നമുക്ക് കാണാം, ഭർത്താക്കന്മാരെ നമുക്ക് കാണാം. അവിടുന്ന് ദേഷ്യം പിടിക്കുന്ന പെണ്ണ്, ഭർത്താവിനോട് ചീത്ത വിളിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ നിങ്ങൾ നശിച്ചു പോട്ടെ, നിങ്ങൾ നശിക്കട്ടെ, നിങ്ങൾ അത്ര മോശക്കാരനാക്കി പറയുന്ന പെണ്ണേ, നീ ചിന്തിക്കണം, നിന്റെ ആക്കിബത്ത് നീ ശ്രദ്ധിക്കണം. അത്രയും മഹത്തായ ഒരു പവറുള്ളൊരു ആളാണ് ഭർത്താവ്. ആ ഭർത്താവിനെ നീ തൃപ്തിപ്പെടുത്തണം. ആ ഭർത്താവിൻ്റെ കടമകളെ നീ അനുസരിക്കണം. എന്നാലേ ഖദീജ ബിവിയും ഫാത്തിമ ബിവിയുടെയും കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പെണ്ണേ. ആ ഇണകൾ തമ്മിൽ പരസ്പരം കലഹങ്ങളുണ്ടാകാം,
ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഭരണം നടത്തിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്തിനാ കടന്നു വരുന്നതെന്നറിയോ? ആ കടന്നു വരുന്നവൻ്റെ ഭാര്യ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി പറയാൻ വന്നതാ. അവിടെ വന്ന് കണ്ടപ്പോൾ, അവിടുത്തെ ഭാര്യ ശബ്ദിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തെ കണ്ടത്. എന്താ വന്നത്, എന്താ തിരിച്ചു പോകുന്നത്? കാരണം ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ അവിടുന്ന് പറഞ്ഞു, ഒന്നാട് പറഞ്ഞു, എൻ്റെ ചോദ്യത്തിന്, ഞാൻ വന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ഭാര്യ നല്ല സൗണ്ടിലാണ് സംസാരിക്കുന്നത്, നല്ല ദേഷ്യത്തിലാണ്. അപ്പം അവിടുന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, നമുക്കൊന്ന് ക്ഷമിച്ചുകൂടെ, നമുക്കൊന്ന് ക്ഷമിച്ചുകൂടെ? അവർ എത്രയാണ് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നത്, എത്രയാണ് നമുക്ക് വേണ്ടി അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നത്. നമ്മൾ വസ്ത്രങ്ങൾ അലക്കുകയാണ്, നമുക്ക് ഭക്ഷണപാനീയങ്ങൾ തയ്യാർ ചെയ്യുകയാണ്, നമ്മളെ മക്കളെ പരിസംരക്ഷിക്കുകയാണ്, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയാണ്. വിശ്രമമില്ല. എന്തേ സഹോദര, നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ആ ഒരു കാര്യമെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ഭാര്യ ചീത്ത പറയുന്ന സമയത്തൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് സഹിച്ചവളാണ് ഭാര്യ, സഹിക്കുന്നവളാണ് ഭാര്യ. ആ ഭാര്യയൊന്ന് ചീത്ത പറയുമ്പോൾ, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. അത് ഭർത്താവിൻ്റെ ഒരു കടമയാണ്. ഇതുപോലെ ഭർത്താവ് ദേഷ്യം പിടിക്കുന്ന സമയത്ത്, പെണ്ണേ, നീ എന്നെക്കൊന്ന് ക്ഷമിച്ചുകൂടെ? പല ഭാഗത്തും പല നാടുകളിലും ഭാര്യ ഭർത്താക്കന്മാര് രോഗികളായി കിടക്കുന്ന ഭർത്താക്കന്മാര് വേണ്ടാത്തവരുണ്ട്, അവരോട് സംസാരിക്കാത്തവരുണ്ട്. ആവുന്നില്ല കാലത്ത് അവർ നോക്കിയതാണ്. പെണ്ണേ, നിന്നെ നോക്കിയതല്ലേ? ആവതില്ല കാലത്ത് നിന്നെ നോക്കി നല്ല പൊന്നുപോലെ സംരക്ഷിച്ചവനല്ലേ? അവൻ വയ്യാതായി കിടന്നപ്പോൾ, രോഗിയായി കിടന്നപ്പോൾ നിനക്ക് അവന് വേണ്ട പെണ്ണേ, നിനക്ക് അവന് വേണ്ട. റബ്ബായ നീ കാണുന്നു അല്ലാ, ഇത്തരം പെണ്ണുങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളാവൂല. പെണ്ണേ, അത്തരം കാറുള്ള പെണ്ണുങ്ങളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, പെണ്ണേ, ആ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേ പെണ്ണേ. എത്ര കാലമാണ് നിന്റെയും നിന്റെ മക്കളെയും സംരക്ഷിച്ചത്, എന്നിട്ട് നീ ഭർത്താവിന് രോഗം വന്നപ്പോൾ അദ്ദേഹത്തിന് നിനക്ക് വേണ്ട, അദ്ദേഹത്തോട് മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലല്ലോ പെണ്ണേ. നീ ശ്രദ്ധിക്കണം, ആ ഭർത്താവിൻ്റെ പവർ എന്താ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര്
നല്ല നിലയിൽ സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ പെരുമാറണം. എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകും. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് അത്രയും മഹത്വമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ. പറഞ്ഞു വന്നതിൽ വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നമ്മൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരുകയും വേണമെന്ന് ഈ അപേക്ഷിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ ജീവിതം നീ സന്തോഷമുള്ളതാക്കണേ അല്ലാ. ഞങ്ങളെ ഈ ഭാര്യഭർത്ത ബന്ധം അല്ലാഹുവേ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാവിധ വിഷമങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ ഭർത്താക്കന്മാർ റഹ്മാനായ അല്ലാ, അവർക്കൊക്കെ നീ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ പോറ്റി വളർത്തുന്ന ഞങ്ങളെ ഭാര്യമാർ അല്ലാ, നിഷ്കളങ്ക മനസ്സുള്ള മക്കളെ ഭാര്യമാരാണ് റഹ്മാനെ. അവരെ നീ കൈവിടല്ലേ അല്ലാ, നീ അവരുടെ കൈവിട്ട് പോവല്ലേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله